ആലവല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷന് ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പറ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുടെ ഒരുക്കങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇവിടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ തന്നെ വീട്ടിൽ ചെയ്യാനുള്ള ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് കുരുത്തോല വെച്ചിട്ട് അച്ഛൻ വിളക്കിൻ്റെ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ഓൾറെഡി 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ തൃശ്ശൂർ പൂരം ടി വിയിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ ഈ പരിപാടികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി 2 ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കിൻ്റെ. കൊള്ളാം. ഇനിയിപ്പോൾ ഇതൊക്കെ തൂക്കി തോരണമൊക്കെ സെറ്റാക്കാനുണ്ട്. അതേനാ അപ്പോൾ വീട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വന്ന് സെറ്റാക്കി തന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ തോരണം തൂക്കണത് പോയി കാണാം. അപ്പോൾ അതേ അച്ഛൻ തോരണം തൂക്കിക്കൊണ്ടിരിക്കണം. നടുക്ക് മാവിലൊക്കെ വെച്ച് എല്ലാം തൂക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ രാത്രി അച്ഛൻ കോലം വരച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ കല. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ അപ്പുറത്തും കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തോരണവും ബൾബും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളക്കും ടീപ്പോയും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് അതൊക്കെ കഴുകി സെറ്റാക്കാനുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇത് അമ്മായിയൊക്കെ വന്നപ്പോഴത്തേക്ക് മുല്ല മുട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മയും അമ്മായും കൂടിയിട്ട് മാല കോർക്കാനാണ്. മേളിൽ നിന്ന് വിളക്കും ആരതിയൊക്കെ താഴത്തെടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുല്ലമുട്ട് കോർത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ ആന വന്നിട്ടുണ്ട്. ഇത് തീർത്ഥവും കാര്യങ്ങളൊക്കെ തളിച്ച് റോഡ് വഴികൾ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തളിച്ചിട്ടും പോണത്. അപ്പോൾ ഇനി ആനയൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുങ്ങിയിട്ട് കാണാം. ഹലോ, അപ്പോൾ ഇതെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനപ്പോൾ വിളക്കിൽ തിരിയും എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്രസാദമാണ്. പ്രസാദം പൊടികളൊന്നും വീഴണ്ടെന്ന് കരുതിയിട്ട് മൂടി വെച്ചേക്കാനാണ്. ഇനി ആരതിക്ക് തിരിയിടാനുണ്ട്. അപ്പോൾ അതാ വൈകുന്നേരത്തെ വീടിൻ്റെ ലുക്ക് ഇതാണ്. അനിയൻ മേളിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ വീടുകളിലായാലും എല്ലാം ഒരുക്കങ്ങളൊക്കെയാണ്. കൊച്ചിൻ തിരുമല ദിവസം എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്നാണ് ഈ ഉത്സവം. അപ്പോൾ ഉത്സവത്തിൻ്റെ 4ാം ദിവസമാണിത്. അപ്പോൾ 4ാം ദിവസമാണ് പറ ഞങ്ങളുടെ വഴിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പറ വന്നിട്ട് കൊച്ചിൻ തിരുമല ദിവസം ഗോശ്രീപുരം എന്നറിയും. അവിടെ നിന്ന് വന്ന് ഇവിടെ ഈ അമ്പലത്തിലോട്ടാണ്. ഇത് ശിവൻ്റെ അമ്പലമാണ്. ശിവൻ്റെ അമ്പലത്തിലോട്ടാണ് ഭഗവാൻ പറക്ക് വന്ന ശേഷം വിശ്രമിക്കണത്. അതിനുശേഷം വീണ്ടും പറക്ക് ഭഗവാൻ പോയിട്ട് നേരെ വീണ്ടും അമ്പലത്തിലോട്ട് കയറും. എന്നിട്ട് അമ്പലത്തിൽ രാത്രി 1 മണി ആ ഒരു ടൈമൊക്കെയും അത് കഴിഞ്ഞിട്ട് യാഗം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാ വീടുകളിലും ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പേരി എന്നാ പറയാ. ഇതിനും ഉബിലേരി പോയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ടീപ്പോയിൽ പ്രസാദവും വിളക്കായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളക്കിൽ തിരി കത്തിക്കുക. അനിയത്തി അപ്പോൾ ദേന വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കണേ. നല്ല മഴക്കാറും കാറ്റും ഉള്ളതുകൊണ്ട് തന്നെ
കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പം വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനിയനും അനിയത്തിയും കൂടിയിട്ട്. കിട്ടുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബുദ്ധിപരമായ ബുദ്ധി വെച്ചിട്ട് കർപ്പൂരം വെച്ച് കത്തിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയായിട്ട് നിൽക്കുമെന്ന് ഓർത്ത്. അപ്പം അതിൻ്റെ ഇതിലാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൊച്ചു വന്നിട്ടുണ്ടായി. അപ്പോൾ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കണേയിരുന്നേ. ഞാനപ്പോൾ കുന്തിരിക്കം കത്തിച്ചുകൊണ്ടിരിക്കണ പിള്ളേര്. തീപ്പെട്ടി കൊണ്ടോ വരും. അതിൻ്റെ ഇടയിൽ ഇതാ നാദസ്വരം വായിക്കുന്ന ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ടത് അപ്പോൾ അതേ കാണിക്കാൻ വാങ്ങാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വാങ്ങാനായിട്ട് എല്ലാവരും കാണിക്കുക പത്രത്തിൽ കാണിക്കൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഗ്രഹനാഥൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഇനി എടുക്കും. ഇതേപ്പോൾ നമ്മളിവിടെ ചന്ദ്രപ്പ എന്നാ പറയാ. ഇതിനാ സംഭവം പോകുന്നുണ്ട്. ഇതിപ്പോൾ പന്തം പോകുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ടാവാറ്. അതിനുശേഷം പിറകയിൽ തീ വെട്ടി എന്നാ അതിനെ പറയാത് ആ ലൈറ്റിൻ്റെ സംഭവം. അപ്പം ഭഗവാൻ പല്ലക്കിൽ എത്തി. ഇതൊരു സ്വർണത്തിൻ്റെ പല്ലക്കാണ്. അപ്പം അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പല്ലക്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്നതിൻ്റെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ 4-ാം ദിവസമാണ് നമ്മുടെ ഇവിടെ പറ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ പല്ലക്ക് ഭഗവാൻ മറ്റുള്ള വീടുകളിലോട്ട് പറക്കി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നേരത്തെ കാട്ടിയ ശിവൻ്റെ അമ്പലത്തിലോട്ട് പോയിട്ട് വിശ്രമിക്കും. അവിടെ താർത്തി കഴിഞ്ഞിട്ട് മറ്റുള്ള വീടുകളിൽ വീണ്ടും പോയിട്ട് മെയിൻ അമ്പലമായ ഗോശ്രീപുരം ആ അമ്പലത്തിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ. ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും, അതിങ്ങോട്ട് ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ടാറ്റാ.